വെയ്ഫെയർ പ്രൊഡക്ഷൻസ് ഇന്നലെ ഒരു സാധനം വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് 11 മണിക്ക് 11:11 വരും എന്ന് പറഞ്ഞു. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും സാധനം വന്നിട്ടുണ്ട്, കണ്ടു നോക്കാം. എടോ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ താല്പര്യമില്ല. അതെന്താ? നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ 6 ബോറൻ. ഞാൻ ബോറനോ? താനാടോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ. കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീ ആവണം. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയാ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീരി, മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ. തൻ്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിന് തട്ടിയത് താനല്ലടോ? സത്യം പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. നിനക്ക് തട്ടിയത്. എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലൻ്റാ. അറിയാം. മൂത്തോന് തന്നെയാണോ അവന് വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്. വരാന്ന് പറയടോ. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാൻ താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. അവൻ വരും, ചാത്തന്മാർ കൊണ്ടുവരും. ആ മണിയനൊക്കെ ഉണ്ടല്ലോ. അയ്യോ, പൊളി 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 പൊളി. അപ്പോൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇതായിരുന്നല്ലേ സംഭവം. എന്തായാലും കലക്കിയിട്ടുണ്ട്, കിടിലം വർക്കായി. അപ്പോൾ മൊത്തത്തിൽ കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്, അതായത് ടൊവിനോ, നമ്മൾ കണ്ട മൈക്കിൾ ചാത്തൻ ടൊവിനോൻ്റെ ചേട്ടനാണ് അടുത്തതിൽ ഇറങ്ങാൻ പോകുന്നത്. ടൊവിനോ വേഴ്സസ് ടൊവിനോ ആവാനാണ് സാധ്യത. പിന്നെ ഒബ്വിയസ്ലി ചാർലി, ദുൽഖറിൻ്റെ പ്രസൻസ് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ഹിറ്റ്ലർ റെഫറൻസ് ഒക്കെ വന്നത് നൈസായിട്ട് തോന്നി. അത് ഞാനല്ല ചെയ്തതെന്ന് ചാർലി പറയുന്നുമില്ല. അപ്പം മേ ബി ഹിറ്റ്ലറെ കൊന്നത് ചാർലിയാണ് എന്നുള്ളതിലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ചാത്തൻ, വലിയ ചാത്തൻ വരുന്നുണ്ട് ഏതായാലും, ഈ നമ്മുടെ മൈക്കിൾ ചാത്തൻ്റെ ചേട്ടൻ. അപ്പോൾ ആൾക്ക് വേണ്ടത് മൂത്തോനെയും മൈക്കിൾ ചാത്തനെയാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നൊരു സംഗതി. പിന്നെ അവസാനം കാണിച്ച ആ CG വർക്ക്, ആ ഒരു ആനിമേഷൻ, ഗ്രാഫിക്സ് ആനിമേഷൻ പോലത്തെ സാധനം അടിപൊളിയായിട്ടുണ്ട്, കിടിലായി എന്തായാലും. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. എന്നാണാവോ അറിയില്ല. ഇപ്പോഴേ നമ്മളെ ക്യൂരിയോസിറ്റി വളർത്തി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നോക്കാം എന്തായാലും. ഡയറക്ടർ ഡൊമിനിക് അരുണ് റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായി, ലോക അടുത്തത് എന്തായാലും ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണെന്ന്, അത് കഴിഞ്ഞിട്ടേ ഇനി വേറെ പരിപാടികളുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെ അകത്ത്, ഈ ഒരു ചെറിയ പരിപാടീൻ്റെ അകത്ത് ആ ദേ ലിവ് എമംഗ് അസ് എന്നുള്ള ബുക്ക് യൂസ് ചെയ്ത്, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് സിനിമയിലും കണ്ട പോലെ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കും ആ ഒരു ബുക്കിൻ്റെ റെഫറൻസ് വന്നിട്ട് അത് വെച്ച് പോകുന്നൊരു സംഗതി നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പറയുന്നുണ്ട് ടൊവിനോൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് ചാപ്റ്റർ കള്ളിയങ്കാട്ട് നീലിയാണെന്നും, സെക്കൻഡ് ചാപ്റ്റർ ഇനി ഞാനാണ്, അതായത് ചാത്തൻ. 390 ചാത്തന്മാരാണ്. നമ്മൾ 390 ചാത്തന്മാരുടെ കഥകൾ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ എന്തായാലും പരിപാടി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കട്ട കാത്തിരിപ്പാണെന്ന് തോന്നുന്നു എല്ലാവരും. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കാൻ നമുക്കൊരു കാരണം കൂടിയായി ലോകയ്ക്ക് സെക്കൻഡ് ചാപ്റ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ്.